السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, പുതിയ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാം ഏവരും മനസ്സിലാക്കിയതുപോലെ കേട്ടറ്റ് എന്ന കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ വളരെ തീവ്രമായിട്ടുള്ള കാറ്റഗറി 3 ആൻഡ് 4 അതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ച് അതും ഇനി അങ്ങോട്ട് പരീക്ഷ വരെയുള്ള 5-6 മാസം നീണ്ടു നിൽക്കുന്ന വളരെ തീവ്രമായ എന്നാൽ ആയാസത്തോടുകൂടെ സാവകാശം സ്റ്റെപ്പ് വെച്ച് അടിവെച്ച് വളരെ ലോ ആയി തുടങ്ങി ഇടക്ക് ഓരോരോ വാല്യുവേഷൻ നടത്തി നാം നമ്മെ തന്നെ അപഗ്രഥനം ചെയ്ത് അങ്ങനെ ഓരോ മാസങ്ങൾ കഴിഞ്ഞ് അവസാനം പരീക്ഷയാകുമ്പോഴേക്ക് പരിശീലനത്തിന്റെ തീവ്രത കൂട്ടി നാം പ്രതീക്ഷിക്കുന്ന ഡിസംബർ മാസമെത്തോളമുള്ള ദീർഘകാലത്തേക്കുള്ള കേട്ടറ്റിന്റെ കോച്ചിങ്ങിന്റെ പ്രൗഢമായ ആരംഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. ഈ ഒരു ചടങ്ങ് ഇതിന്റെ ഉദ്ഘാടന സെഷനാണെന്ന് നമുക്കെവർക്കും അറിയാം. നമ്മുടെ ഇന്നത്തെ സെഷന്റെ അജണ്ടകളായിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള 5-6 മാസത്തെ നമ്മുടെ ക്ലാസ്സുകളുടെ ഘടന ഒന്ന് മനസ്സിലാക്കുകയും പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും അതോടൊപ്പം പരീക്ഷ തീയതി വരെ സ്ഥിരോത്സാഹമായി നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുമാണ് നാം വലിയൊരു സെഷന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു കോഴ്സിനോ അതല്ലെങ്കിൽ ഏതൊരു ചടങ്ങ് അല്ലെങ്കിൽ പദ്ധതി ആരംഭിച്ചാലും അതിന്റെ ആരംഭത്തിൽ ഇത്തിരി ആക്ടിവിറ്റിയും സജീവതയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നീട് അതിന് ആവേശം കുറഞ്ഞ് നമ്മളതിന് ആരംഭശൂരത്വം എന്നൊക്കെ പറയും. അതില്ലാതെ അവസാനം വരെ നിലനിർത്തി കൊണ്ടുപോവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതിനുവേണ്ടി നമ്മുടെ പദ്ധതികൾ എന്തെല്ലാമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം LP UP പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിന്റെ കാര്യങ്ങളും അടക്കമുള്ള അത് കഴിഞ്ഞ് ആവശ്യമെങ്കിൽ ചെറിയൊരു ഡിസ്കഷൻ, ചർച്ചകൾ, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഡിസ്കഷൻ, അങ്ങനെ ഒരു ചെറിയ സെഷനാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലായി ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ ഇനി നടക്കാനുള്ളവയൊക്കെ വളരെ സാരസമ്പൂർണമായ വളരെ പ്രസക്തമായ പ്രഭാഷണങ്ങളായതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങളേവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഫോക്കസ് അക്കാദമിയുടെ കേട്ടറ്റ് ക്ലാസ്സിലേക്ക് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വന്ന, ഫോക്കസിനെ മനസ്സിലാക്കി വന്നവരായിരിക്കാം അധികം എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളെയാണ് വളരെ ഏറ്റവും ആദ്യം ഈ ഒരു ഫോക്കസിലേക്കും ഫോക്കസ് ഫാമിലിയിലേക്കും അതോടൊപ്പം ഈ ഒരു സംഗമത്തിലേക്കും സ്വാഗതം ചെയ്യുന്നത്. അതോടൊപ്പം നമുക്കിവിടെ നമ്മുടെ ഈ ചടങ്ങ് പ്രൗഢമായി ഉദ്ഘാടനം ചെയ്യുന്നത് നസറുദ്ദീൻ സാറാണ്. സാറ് നിങ്ങൾക്കറിയാം, പലർക്കും അറിയാമായിരിക്കും. MES മമ്പാട് കോളേജിൽ സീനിയർ ഫെലോഷിപ്പോടുകൂടെ ഗവേഷണം ചെയ്ത് ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോക്കസ് അക്കാദമിയുടെ തന്നെ അഡ്മിന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. വളരെ ഹൃദ്യമായി സാദരം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം സംസാരിക്കുന്നത് ഡോക്ടർ സുലൈമാൻ സാറാണ്. കുനിയിൽ അറബിക് കോളേജിൽ സേവനം ചെയ്തു വരികയാണ് അദ്ദേഹം. വളരെ ഹൃദ്യമായി സാറ് നമുക്ക് വേണ്ട മോട്ടിവേഷൻ കാര്യങ്ങളുമാണ്
ഇത് നമ്മോട് സംവദിക്കുന്നത്. ഹൃദ്യമായി സാദരം നമ്മുടെ ഈ സംഗമത്തിലേക്ക് സാറേയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം അതിനുശേഷം ഫിനിഷിംഗ് വേർഡുകളുമായി നമ്മെ സംവദിക്കുന്നത് ഖാലിദ് സാറാണ്. ഖാലിദ് സാറെ നിങ്ങൾക്കറിയാം, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് MA മുമ്പാട് കോളേജിൽ. സാറും ഫോക്കസ് അക്കാദമിയുടെ പ്രധാന അഡ്മിന്മാരിൽ ഒരാൾ കൂടിയാണ്. ഖാലിദ് സാറേയും വളരെ ഹൃദ്യമായി ഈ ഒരു സംഗമത്തിലേക്ക്, ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളേവരെയും, ശബ്ദങ്ങൾ കേൾക്കുന്ന നിങ്ങളേവരെയും ഒരിക്കൽ കൂടി ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നസ്രുദ്ദീൻ സാറെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്ക് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഫോക്കസ് അഡ്മിൻസ്, ഫോക്കസ് കാറ്ററ്റിലേക്ക് പുതുതായി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന കാറ്ററ്റ് എക്സാമിന് നേരത്തെ തന്നെ പരിശീലനം തുടങ്ങാൻ ആണ് നമ്മളെല്ലാവരും ഫോക്കസ് കാറ്ററ്റ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. ഈ വരുന്ന എക്സാം ഏകദേശം നവംബർ മാസത്തിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തൊട്ടടുത്ത എക്സാമിന്റെ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് അത് അധികം വൈകാതെ വരികയും ഉടൻ നോട്ടിഫിക്കേഷൻ വരും എന്നാണ്, വരുന്ന എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പഠനം തുടങ്ങുന്നതിന് പകരം കുറച്ച് നേരത്തെ തന്നെ സിസ്റ്റമാറ്റിക്കായി പഠനം തുടങ്ങിയാലാണ് നിലവിൽ കാറ്ററ്റ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതകളെന്ന് നമുക്ക് നന്നായി അറിയാം. കാറ്ററ്റ് എക്സാം എന്നാൽ വലിയ ഒരു അവസരത്തിന്റെ തുടക്കമാണ്. നമ്മൾ പ്രധാനപ്പെട്ട മേഖലയിലൊക്കെ എത്തിയവരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ, അറബിക് മേഖലയിൽ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്തിയവർ ആദ്യം എഴുതിയ പ്രധാനപ്പെട്ട മത്സര പരീക്ഷ അത് കാറ്ററ്റ് ആയിരിക്കും. കാറ്ററ്റ് കഴിഞ്ഞ് PSCയുടെ വ്യത്യസ്ത എക്സാമുകൾ എഴുതാനുള്ള അവസരമുണ്ട്. സെറ്റ് എക്സാം, നെറ്റ്, JRFന് വേണ്ടിയുള്ള നെറ്റ് എക്സാം, അങ്ങനെ വ്യത്യസ്ത എക്സാമിലെ ആദ്യത്തെ ഒരു പടിയാണ് കാറ്ററ്റ്. ഈ കാറ്ററ്റ് നമുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ലഭിക്കണമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക്കായ പഠനം, ഒരു 4 മാസമെങ്കിലുമുള്ളൊരു സിസ്റ്റമാറ്റിക് പഠനം അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നേരത്തെ തന്നെ ഫോക്കസ് അക്കാഡമിയുടെ കോച്ചിങ്ങിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ സംസാരം അധികമൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏതൊരു കാര്യവും തുടങ്ങാൻ എളുപ്പമാണ്. വലിയ വലിയ കാര്യങ്ങൾ പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ആ സ്റ്റാർട്ട് ചെയ്ത് നമ്മളുടെ പ്ലാനിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമുക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടി വരിക. കാറ്ററ്റ് പഠനം, PSC പഠനം, നെറ്റ്, അങ്ങനെ ഏത് പഠനമാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വലിയ ഉത്സാഹത്തിൽ തുടങ്ങാം. പക്ഷെ അതിൽ വിജയം ലഭിക്കുക നല്ല രൂപത്തിൽ സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് കൊണ്ടുപോയവർക്കാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും പല തടസ്സങ്ങളും നമുക്ക് മുന്നിൽ വരും. കാറ്ററ്റ് എന്ന ലക്ഷ്യം വെച്ച് നമ്മൾ പഠനം തുടങ്ങി നാളെയോ മറ്റന്നാളെയോ തന്നെ നമുക്ക് എന്തെങ്കിലും തടസ്സം വരും. ചില വിവാഹങ്ങൾ, ഹോസ്പിറ്റൽ പ്രശ്നങ്ങൾ, അങ്ങനെ
മക്കളുടെ പ്രശ്നങ്ങൾ, പല രൂപത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് മുന്നിൽ വരുമെന്നുള്ളത് ഷുവറാണ്. അതൊക്കെ തരണം ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് പഠനത്തിലൂടെ മുന്നോട്ട് നമ്മൾ പോയാൽ മാത്രമേ കേട്ടറ്റ് മുതലുള്ള ഇനി വരുന്ന ഒരുപാട് അവസരങ്ങളിൽ നമുക്ക് വലിയ വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റുള്ള ആരും പഠിക്കുന്നില്ലെങ്കിലും ഞാൻ പഠിക്കും, എനിക്ക് കേട്ടറ്റ് നിർബന്ധമാണ്, ഒരുപാട് വലിയ വലിയ അവസരങ്ങളിലേക്ക് ചാടണമെങ്കിൽ എനിക്ക് കേട്ടിട്ട് നിർബന്ധമാണ്, മറ്റുള്ള ആരും പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ എന്തായാലും പഠിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ ഇന്ന് മുതൽ പഠനം തുടങ്ങുക. പഠനം തുടങ്ങിയാൽ മാത്രം പോലെ, ഞാൻ പറഞ്ഞതുപോലെ അത് തുടർത്തി കൊണ്ടുപോവാൻ നിങ്ങൾ ഫോക്കസിനോട് കൂടെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഫോക്കസ് നിങ്ങളെ എക്സാമിന്റെ ദിവസം വരെ നിങ്ങളെ കൈപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടെ ഉണ്ടാവും. അതിന് നിങ്ങളും കൂടെ നമ്മളുടെ കൂടെ വന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേട്ടറ്റും അതിനുശേഷമുള്ള വലിയ വലിയ സ്വപ്നങ്ങളിലൊക്കെ എത്താൻ ഫോക്കസ് നിങ്ങളോട് കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റു സന്ദർഭങ്ങളിൽ വീണ്ടും വ്യത്യസ്ത വിഷയങ്ങളിൽ സംവദിക്കാം. ഈ ഒരു സംസാരം ഇപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി സുലൈമാൻ സാർ, ഖാലിദ് സാറുടെയൊക്കെ സംസാരം വരാണ്ട്. എൻ്റെ കർത്തവ്യം ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. ശുക്ർ ലി ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ ഫോക്കസിന്റെ അഡ്മിൻസ്, അതോടൊപ്പം ഈ ഒരു മീറ്റിംഗിലേക്ക് എത്തിയിട്ടുള്ള പ്രിയ ഫോക്കസിലെ കുടുംബാംഗങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലാണ് നമ്മളുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി കാണുന്നവരാണ് നമ്മളെല്ലാവരും. മനുഷ്യൻ അങ്ങനെയാണ്, ഓരോരുക്കും പല പ്രധാനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ് ഇരിക്കുന്നത്. കൂടുതൽ സമയമൊന്നും ഇല്ലാത്ത ഒരു ഷോർട്ട് ടൈം സെഷനാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഈ ഒരു സമയത്തെ ചെറിയ രൂപത്തിൽ നമുക്കൊരു ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് നിങ്ങൾ അതിനെ ക്രമീകരിക്കുക. എല്ലാവർക്കും നല്ല പരിപൂർണമായ ഒരു ഉപകാരപ്പെടുന്ന ഒരു മീറ്റിംഗ് ആയി ഈ മീറ്റിങ്ങിനെ മാറ്റേണ്ടതുണ്ട്. ആ രൂപത്തിൽ നിങ്ങൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു സംവിധാനങ്ങൾ ഒന്ന് നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കാൻ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് ലക്ഷ്യത്തിലേക്കാണോ എത്തേണ്ടത്? കേട്ടിട്ട് എക്സാം ആണെങ്കിൽ അതിന് ഇനി കുറെ പണിയെടുത്ത് അങ്ങോട്ട് പോവേണ്ടതുണ്ട്. ഓരോ സംഗതിയും ആ ഒരു അവസ്ഥ മാറ്റാൻ ഒരു പ്രോസസ്സിങ് നടക്കേണ്ടതുണ്ട്. അപ്പം സീറോയിൽ നിന്ന് ഹീറോയിലേക്കുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രക്ക് നമുക്ക് പല തടസ്സങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. തടസ്സങ്ങൾ മാറിയിട്ട് ഒഴിവായിട്ട് പരീക്ഷ എഴുതൽ നടക്കൂല, ഒഴിവായിട്ട് ഒന്നും നടക്കൂല. തിരയടങ്ങിയതിന് ശേഷമാണ് തോണിയും കപ്പലും വെള്ളത്തിൽ ഇറക്കുന്നതെങ്കിൽ പിന്നെ അവന് ഒഴിവുണ്ടാവില്ല. നട്ടപ്പാതിനക്കും തിരയടിച്ചുകൊണ്ടിരിക്കും, കാറ്റും കോളും ഉണ്ടായിരിക്കും. അതവിടെ നുരുമ്പി പോവുക എന്നല്ലാതെ, നമ്മുടെ ആയുസ് കഴിഞ്ഞു പോവുക എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. അപ്പൊ നമ്മൾ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് എന്തെല്ലാം സംഗതികൾ ആവശ്യമുണ്ട്. ഒരു പേൻ എടുത്ത് എഴുതുകയാണെങ്കിൽ, ഞാൻ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വാങ്ങിക്കുകയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ പേന എടുത്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അതിനുള്ള കേപ്പബിലിറ്റിയാണ്, സ്കില്ലുകളാണ്. വായിക്കുവാനുള്ള, പഠിക്കുവാനുള്ള, നമ്മളൊരു കേട്ടറ്റ് എഴുതുവാൻ ആവശ്യമായ മിനിമം ക്വാളിഫിക്കേഷൻ ആവശ്യമായ അത് കംപ്ലീറ്റ് ചെയ്യലാണ്. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തവരാണ്. ശാരീരികമായിട്ട് ഓൾറെഡി നമ്മൾ അതിന് വില്ലിങ് ആണ്. ഓർമ്മശക്തി, അതേപോലെ തന്നെ കാഴ്ച, കേൾവി, ഇതിനാവശ്യമായ ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും ഒക്കെ സന്നദ്ധമായിട്ടുള്ള ആ രൂപത്തിൽ സൗകര്യപ്പെട്ടവരാണ്. അതോടൊപ്പം സൊസൈറ്റി, ഫാമിലി എന്ന് പറയുന്നത് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കേട്ടറ്റിന് എഴുതാൻ പറ്റൂല എന്ന് പറയുന്ന ആരും ഈ മീറ്റിംഗിൽ ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കാൻ അത്ര വലിയ തടസ്സമുള്ള ആരും ഈ മീറ്റിംഗിൽ വന്നിട്ടില്ല.
അപ്പൊ അതും നമുക്ക് ഓൾറെഡി ഓക്കെയാണ്. പിന്നെ നമ്മുടെ വീടിന്റെ പുറത്തുള്ള സൊസൈറ്റിയിലും പ്രത്യേകിച്ച് അങ്ങനൊന്നും പ്രശ്നങ്ങളില്ല, യുദ്ധങ്ങളില്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നുമില്ല. കഴിഞ്ഞ സമയത്ത് വന്നിട്ടുള്ള ഒരു 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 ഫോട്ടോ നിങ്ങളൊക്കെ പല ഫോട്ടോസും കാണാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള ചില ഫലസ്തീനിലെ ചില ഫോട്ടോസ്, അത് വീഡിയോസ്, അതൊന്നും കണ്ടു തീർക്കാൻ കഴിയാത്ത, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും കാണാറില്ല. കാരണം മൈൻഡ് ഔട്ടായി പോകുന്ന വളരെ ദയനീയമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷനേ അല്ല. സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എത്താനുള്ള ഒരു സിറ്റുവേഷനും അവർക്കില്ല. ഇങ്ങനത്തെ ഇല്ലേ ഒരു നോക്കുങ്ങള്, അവർ ഉറങ്ങുകയാണ്, ആ മക്കള് കിടന്നുറങ്ങും, നമ്മൾ ഉറങ്ങാനുള്ള വിരിപ്പ് റെഡിയാക്കി ആ വിരിപ്പിൽ മൊബൈൽ ഫോണും വെച്ച് മലർന്ന് കിടന്ന്, അല്ലെങ്കിൽ തലയണ വെച്ച്, അല്ലെങ്കിൽ ചാരി ഇരുന്ന് ഹെഡ്സെറ്റ് ഇയർഫോണും ചെവിയിൽ വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫാന് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമുക്കൊരു പ്രയാസവും ഇല്ല. നമ്മൾ ഭക്ഷണം കഴിച്ചത് അമിതമായ അവസ്ഥയാണ്. നമ്മുടെ ഭക്ഷണം ഇന്ന് രാത്രി അടുക്കളയിൽ ചെന്നാൽ അറിയാം അത് ബാക്കി ആവുന്ന അവസ്ഥയിലാണുള്ളത്. എല്ലാതും ബാക്കിയാണ്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ അർത്ഥത്തിലും നമുക്ക് സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എത്താനുള്ള അൽഹംദുലില്ലാ എല്ലാം നമുക്ക് ലഭ്യമാണെന്നാണ്. ഇങ്ങനെ ലഭ്യമായ ഞാൻ അത് ചെയ്യുന്നുണ്ടോ, എനിക്കത് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അത് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിങ്ങിന് ഓൾറെഡി നമ്മൾ അത് വില്ലിങ് ആണ്, എല്ലാ നിലക്കും നമ്മൾ റെഡിയാണ്. ഇനി ആ പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ ഈ പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ വളരെ പണിപ്പെട്ട് ചെയ്യണം. പ്രത്യേകിച്ച് കാറ്ററ്റ് പോലുള്ള എക്സാമുകൾ ഓരോ സമയത്തും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണുകളിൽ വലിയ മാറ്റങ്ങളുണ്ട്. അതിന് ക്വസ്റ്റ്യൻ സബ്ജക്റ്റിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പറയുന്നത് പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരുങ്ങിയിരിക്കേണ്ടുന്ന പരീക്ഷകളായിട്ട് കാറ്ററ്റുകളും മറ്റെല്ലാ പരീക്ഷകളും മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതുന്ന കാറ്ററ്റ് പരീക്ഷ എളുപ്പമാണെങ്കിൽ പോലും അതുമായി ബേസ് ചെയ്ത് വരുന്ന ഇന്റർവ്യൂകൾ, അത് ബേസ് ചെയ്ത് വരുന്ന PSC LP UP എക്സാമുകളൊക്കെ ആ രൂപത്തിലേക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ചെയ്ത് ഓരോ ദിവസവും ഓരോ വർഷവും ഓരോ ടൈമിലും ഉദ്യോഗാർത്ഥികളെ ആ രൂപത്തിൽ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന രൂപത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പൊ അവിടേക്ക് ഒരുങ്ങാൻ നമ്മൾ നന്നായിട്ട് പണിപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ സീറോയിൽ നിന്നുള്ള ഹീറോയിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും പ്രചോദനമാവുന്ന ഒരു വിഭാഗമാണ് തേനീച്ച എന്ന് പറയുന്നത്. തേനീച്ച ധാരാളം പഠനങ്ങൾ നടക്കുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവി. തേനീച്ചയെ കുറിച്ച് പറയേണ്ടതില്ല, നമുക്ക് സുപരിചിതമാണ്, നമ്മൾ അറിയുന്നതാണ്, പല ആവർത്തി വായിച്ചിട്ടുള്ളതാണ്. തേനീച്ചയുടെ ശാരീരിക ശാസ്ത്രവും അതും ആ രൂപത്തിലുള്ള തേനീച്ചയെ കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തേനീച്ചയുടെ ആയുസ് ChatGPT കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങൾ ജസ്റ്റ് കാണുന്നുണ്ടാവും, വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. തേനീച്ച വരുന്നത് ഒന്ന് വർക്കേഴ്സ് ബി ആണ്, പെൺ തേനീച്ചയാണ് വർക്കേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഡ്രോൺ ഉണ്ട്, അവർ മെയിൽ ഹണി ബി ആണ്, നമ്പർ 2 എന്ന് കൊടുത്തിട്ടുള്ള. അവര് ആണുങ്ങളാണ്, മടിയന്മാരാണ്, അവര് വളരെ ആ രൂപത്തിൽ ആ തേനീച്ച വർഗത്തെ അങ്ങനെയാണ്. മൂന്നാമത്തത് ക്യൂൻ ബി ആണ്. ക്യൂന് വരുന്നത് നമുക്കറിയാം റാണി, ഒരു ടീമിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ മൂന്നാമത്തെ നമ്പറിൽ നിങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും, ക്യൂൻ ബി ക്യാൻ ലിവ് ഫ്രം 2 to 5 years. 2 വർഷം മുതൽ 5 വർഷം വരെയാണ് ഒരു ക്യൂനായിട്ടുള്ള തേനീച്ച ജീവിക്കുക. എന്നാൽ മുകളിലെ ഡ്രോണുകളുടെ കാര്യം പറയുന്നുണ്ട്, അവർ ഏകദേശം അറൌണ്ട് 8 വീക്കാണ് അവർ ജീവിച്ച് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർ തിന്നാനും തേൻ കുടിച്ച് അങ്ങനെ സുഖലോലുപന്മാരായിട്ട് കിടന്നുറങ്ങാനാണ് അവർ 8 ആഴ്ച ഉള്ളത്. എന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ പറ്റും വർക്കേഴ്സ് ബി ഡ്യൂറിങ് ദ സമ്മർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നതാണ്. അവര് ലൈവ് അബൌട്ട് 6 വീക്സ് ആണ് അവർ വെറും 6 ആഴ്ച മാത്രമേ അവര് ജീവിക്കുന്നുള്ളൂ. നോക്കി നിങ്ങള്, ഇത് ChatGPT വളരെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ പറ്റും, പല പുസ്തകങ്ങളിൽ അത് കാണാൻ പറ്റും, പല രേഖകളും അത് കാണാൻ പറ്റും. ജസ്റ്റ് ChatGPT കയറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ രൂപത്തിൽ എടുത്തു തന്നത് മാത്രം. 6 ആഴ്ച മാത്രമാണ് ഈ തേനീച്ച ജീവിക്കുന്നത്. ഈ തേനീച്ച അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പഠനങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അവരുടെ വളരെ ദുർബല ജീവിയായിട്ട് പോകും. ദുർബല ജീവി എന്ന് പറഞ്ഞാൽ ഇവരുടെ പഠനം അനുസരിച്ചിട്ട് ഒരു ലിറ്റർ തേനിന്റെ കുപ്പി നമ്മൾ വാങ്ങിക്കാറുണ്ട് 350, 450 ഒക്കെ ആയിട്ട്. ഒരു 100 ഗ്രാമിന് 2000 എബവ് വില വരുന്ന
തേനുകളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വളരെ മൂല്യവത്തായ, വളരെ ബൃഹത്തായ തേനുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എന്നാൽ ഈ ഒരു 900 ഗ്രാം, 1 ലിറ്ററിൽ കുറവായിട്ട് 900 ഗ്രാം തേൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മൊത്തം ഭൂമിയെ 4 തവണ ചുറ്റുന്ന അത്ര ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ അവർക്ക് 900 ഗ്രാം തേൻ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ എന്നതാണ്. ആലോചിച്ചോളൂ. അപ്പോ ഒന്നുകൂടി ആവർത്തിക്കാം. 900 ഗ്രാം തേൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവര് മൊത്തം ഭൂമിയെ 4 തവണ വലയം ചെയ്യുന്ന അത്ര ദൂരം അവർ സഞ്ചരിച്ചാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 900 ഗ്രാം, ഒരു ലിറ്റർ തേൻ അവർക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ മാത്രം റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടവര് നേടിയെടുക്കുന്ന, അല്ലെങ്കിൽ അവര് നമുക്ക് നൽകുന്ന ആ ഒരു തേന് 300 വ്യത്യസ്ത കളറിലുള്ള പല ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള അമൃതമായിട്ടുള്ള ഈ തേന് അവർ നമുക്ക് നൽകുന്നത് അതിയായ കഷ്ടപ്പാടോടുകൂടിയാണ്. അവർ അധ്വാനിച്ചുണ്ടാക്കി തരികയാണ് അത്. എന്നാൽ ഈ പാവം നിസ്സാരമായ ജീവികൾ നോക്ക് നിങ്ങൾ, അവരുടെ അത്ഭുതങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ നമുക്ക് നമ്മുടെ വേദഗ്രന്ഥവും മറ്റൊക്കെ കൃത്യമായി പഠിപ്പിച്ചിരുന്നതാണ്. അതൊക്കെ പഠന വിധേയമാക്കിയതാണ്. അവര് നല്ലത് അവർ സ്വീകരിക്കുകയും ഏറ്റവും നല്ലത് അവർ കഴിക്കുകയും നല്ലത് അവർ കൊടുക്കുകയും നല്ല കാര്യങ്ങൾ അവർ കൊടുക്കുകയും അവര് എവിടെങ്കിലും പോയി ഇരുന്നാൽ ആ ഇരിക്കുന്ന പൂക്കളാവട്ടെ ചെടിയാവട്ടെ അതിനൊരു ഒരു കേടുപോലും പറ്റാതെ ഒരു പ്രയാസം വരുത്താത്ത രൂപത്തിൽ അവര് അതിനെ ഏറ്റവും നന്നായിട്ട് അതിനെ, ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് അവർ പോയിരുന്നു, ആ ഇലകള് അവര് എന്ത് ചെയ്യില്ല, പൊട്ടിപ്പോവുകയില്ല, അല്ലെങ്കിൽ അത് തകർന്നു പോവുകയില്ല. ഒരു ചെടിക്ക് അതൊരു പ്രയാസമായി മാറൂല. മറ്റേത് പക്ഷികളും മറ്റേത് ജീവജാലങ്ങളും പലപ്പോഴും അതെന്ത് ചെയ്യും, പലർക്കും ഉപദ്രവമായി മാറും. ഇങ്ങനെ തുടങ്ങി ഒന്നിനെയും ഉപദ്രവിക്കാതെ വളരെ അത് അവർക്ക് ആവശ്യമായത് മാത്രം സ്വീകരിച്ചു പോകുന്ന തേനീച്ച. ആ തേനീച്ചയുടെ നമ്മൾ പഠിപ്പിച്ചിരുന്ന സംഗതിയാണ് നമുക്ക് നമ്മളായി മാറാനും നമുക്ക് ഒരുങ്ങി സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. കുറെ പഠനങ്ങൾ ആ വിഷയമായി ബന്ധപ്പെട്ട് വരുന്നത്, കുറെ ഭാഗങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇങ്ങനെയുള്ള ഈ തേനീച്ചയിലൂടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് എക്സാമിൽ ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് ഇത് നേടാൻ നമുക്ക് പറ്റണം. അതിന് ഫോക്കസ് നിങ്ങളെ സഹായിക്കും. അത് ആ ആവേശം കെട്ടുപോവാതെ കട്ടക്ക് കൂടെ നിന്ന് ചലഞ്ചായി ഏറ്റെടുത്ത് ഒന്ന് പണിപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക. അതിന് ഈ ഒരു മീറ്റിംഗ് എല്ലാവർക്കും പ്രചോദനമാവട്ടെ. അതിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ നിങ്ങൾക്ക് നൽകുന്നത് അത് 100% അനുസരിച്ച് അതിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ ചുരുങ്ങിയ സമയത്തെ വാക്കുകളോടെ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, സമയം അല്പം ദീർഘിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ഷോർട്ട് ടേം പ്രോഗ്രാമാണ്, എന്നാൽ പ്രധാനപ്പെട്ട ഒരു സെഷൻ കൂടിയാണിത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ലൈവിലുള്ളത് അഡ്മിൻസ് ഇവിടെ ടോട്ടലി 4 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഉസാമ സാറ്, ഡോക്ടർ സുലൈമാൻ, അതുപോലെ തന്നെ നസറുദ്ദീൻ സാറ്, പിന്നെ ഞാനും, ഇങ്ങനെ 4 പേരുണ്ട്. എന്നാൽ നമ്മുടെ ലൈവിൽ പഠിതാക്കളായിട്ടുള്ളവരുടെ എണ്ണം ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരു 20-ന് അടുത്ത ആളുകളാണുള്ളത്. പക്ഷെ എന്നാൽ പോലും ഈ അഡ്മിൻസ് 4 പേരും ഇപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ട ഒരു ആവശ്യമില്ല. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതിൻ്റെ ഒരു തുടക്കം വെച്ച് പോയാൽ മതി. പക്ഷെ അതിലപ്പുറം ഫോക്കസിന്റെ ഏത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അത് കാര്യഗൗരവത്തോടു കൂടി തന്നെയാണ് ഫോക്കസ് അഡ്മിൻസ് കാണാറുള്ളത്. അതിൻ്റെതായ റിസൾട്ടുകൾ സാധാരണഗതിയിൽ ഓരോ ബാച്ചിലും ഉണ്ടാവാറുണ്ട്. ഞാനത് ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്ത തരങ്ങളിലുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ ആദ്യമായി എക്സാം എഴുതുന്ന ആളുകളുണ്ട്, 1, 2, 3 തവണ എഴുതിയിട്ട് കിട്ടാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനി പ്രിപ്പറേഷനൊക്കെ നടത്തി പക്ഷെ എക്സാം എഴുതാൻ സാധിക്കാതെ ഇത്തവണ എന്തായിരുന്നാലും എഴുതണം എന്ന രൂപത്തിലൊക്കെ നിലകൊള്ളുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ സർവീസിലുള്ള
കേട്ടറ്റ് അനിവാര്യമാണ് എന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത ആളുകളും ഉണ്ടാവാം. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, ഇനിയുള്ള നമ്മുടെ നേരത്തെ ഉദ്ഘാടന പ്രാസംഗികൻ മുതൽക്ക് ഇങ്ങോട്ട് എല്ലാവരും ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്, തുടക്കം നന്നാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏതൊരു കാര്യത്തിൻ്റെയും ആദ്യഘട്ടത്തിൽ ഉണ്ടാവും. പക്ഷെ അത് അവസാനം വരെ തുടർത്തുക എന്നുള്ളിടത്താണ് പലരും പരാജയപ്പെടാറുള്ളത്. നമ്മൾ അങ്ങനെ ആയിക്കൂടാ. തീർച്ചയായും നമ്മൾ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. ആ അർത്ഥത്തിലായിരിക്കും ഇൻഷാ അള്ളാ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ ഉണ്ടാവുക. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വഴിയെ ഗ്രൂപ്പിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു ഓൺലൈൻ കോഴ്സ് എന്ന നിലയിൽ നമുക്കിപ്പോൾ അഡ്മിൻസിന് നിങ്ങൾ ആരൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നുള്ളതിൽ ലിമിറ്റുണ്ട്. പരമാവധി നിങ്ങളെ പഠനവുമായി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. അതനുസരിച്ച് നിങ്ങൾ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷമാണ്. അതിനപ്പുറം അത് നമ്മുടെ ഒരു CV-യിൽ ഉൾപ്പെടുത്തുക, ഞാൻ കേട്ടിട്ട് ക്വാളിഫൈഡ് ആണ് എന്നുള്ളതിന് മാത്രമല്ല. അതിനേക്കാളും നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ ഒരു രംഗത്ത് അധ്യാപകരായി ഇൻഷാ അള്ളാ നമുക്ക് ജോലി ചെയ്യണം, ഞാനും ഒരു അധ്യാപകനാവും എന്ന അതിയായ ആഗ്രഹത്താലാണ്. അപ്പൊ അത് പൂവണിയാനുള്ള ആദ്യത്തെ നമ്മുടെ ഒരു സ്റ്റെപ്പാണ് യഥാർത്ഥത്തിൽ കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ആ ഒരു നമ്മുടെ എയിം നേടിയെടുക്കാൻ ഏറ്റവും അധികം ആഗ്രഹമുണ്ടാവേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എന്നതല്ലാതെ അഡ്മിൻസ് എത്ര വിചാരിച്ചിട്ടോ അധ്യാപകർ എത്ര നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകിയിട്ടോ ഒരു കാര്യവുമില്ല. മറിച്ച് അതിനോടൊത്ത് നിങ്ങൾ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക എന്നുള്ള തിരിച്ചറിവുള്ളവരാണ്. എന്നാലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ ആദ്യഘട്ടത്തിൽ ആവേശത്തോടു കൂടി കൂടെ ഉണ്ടാവും. പക്ഷെ പിന്നെ നമുക്കൊക്കെ ജീവിത തിരക്കുകൾക്കിടയിൽ നമ്മൾ ചിലപ്പോൾ വിസ്മരിച്ചു പോകും. ഗ്രൂപ്പിൽ അങ്ങനെ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ മോഡൽ ടെസ്റ്റുകൾ, പിന്നെ ഓരോ ക്ലാസ്സിന്റെയും PDF എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത അറിയുന്ന ആളുകൾക്ക് അറിയാം. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലുടനീളം കേട്ടറ്റ് അതുപോലെ തന്നെ PSC രംഗത്തൊക്കെ പല സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പല ടീം വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിലും എല്ലാം അൽഹംദുലില്ലാ നമ്മൾ ഏകദേശം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും എന്ന് തന്നെ പറയാം, അതിലൊക്കെ ഫോക്കസിന്റെ സ്റ്റുഡൻസ് തന്നെയാണുള്ളത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഫോക്കസിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ രംഗത്തും നമുക്ക് കാണാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ കഴിഞ്ഞ കോമ്പറ്റിറ്റീവ് എക്സാമുകളുടെ എല്ലാം ഒരു വിശകലനവും കൂടിയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. എല്ലാ അധ്യാപകരും ക്ലാസ് എടുക്കുന്നത് ആ ഒരു സ്ട്രക്ചറോട് കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ഒരു പഠനം എന്തായിരുന്നാലും അനിവാര്യമാണ്. പക്ഷെ എത്ര നമ്മൾ പഠിച്ചാലും എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അപ്പൊ അതില് മുമ്പ് കഴിഞ്ഞ ഓരോ ഭാഗങ്ങളിലും വന്ന, ഇപ്പൊ ഉദാഹരണമായി ലിറ്ററേച്ചർ ആണെങ്കിൽ അറബിക് ലിറ്ററേച്ചർ, അതല്ലെങ്കിൽ അറബിക് ഗ്രാമർ, ഇൽമുൻ നഹവ്, അതൊക്കെ ആണെങ്കിലും അത് കുറെ തിയറി പഠിച്ചു പോകുന്നതിലപ്പുറം എങ്ങനെയാണ് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കൂടി കൃത്യമായി അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിന്റെ PDF നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടും അത് ഒന്ന് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങൾ മാത്രം തുറന്നു നോക്കി പിന്നെ എക്സാമിനോട് അടുപ്പിച്ചാണ് ചിലരൊക്കെ, എല്ലാവരും അല്ല, ചിലർ വന്നിട്ട് സർ ഈ PDF ഓപ്പൺ ആവുന്നില്ല, അതല്ലെങ്കിൽ എൻ്റെ ഫോണ് ഫോർമാറ്റായി എല്ലാ ക്ലാസ്സും മിസ്സായിട്ടുണ്ട് എന്ന് പലപ്പോഴും പറയാറുള്ളത് ഹാൾ ടിക്കറ്റ് ഒക്കെ വരുന്ന സമയത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 5-6 മാസത്തെ ഈ കോഴ്സ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തത് 6 മാസം അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞ് വരുന്ന ഒരു എക്സാമിന് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെറിയ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ വരുന്ന ക്ലാസ്സുകളെ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുള്ളൂ. അതിപ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സാം ആവുമ്പോഴേക്ക് ഓരോ ഭാഗത്തും നിങ്ങൾക്ക് കൃത്യമായി ലക്ഷ്യത്തിലെത്താവുന്ന രൂപത്തിലുള്ള നല്ല ക്ലാസ്സുകളും നോട്ട്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ അത് പിന്നീട് ലാസ്റ്റ്
ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് എല്ലാം കൂടെ വായിച്ചെടുക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആദ്യാവസാനം നിങ്ങൾ കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഇൻഷാ അള്ളാ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഒരൊറ്റ കാര്യവും കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു എയിം അല്ലെങ്കിൽ ഒരു ഗോൾ കണ്ടുകൊണ്ടാണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾ കൂടെയുള്ളതെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തിയിരിക്കുക തന്നെ ചെയ്യും. കാരണം എപ്പോഴും നമ്മുടെ എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സുകളിലും കേൾക്കുന്ന ഒരു കാര്യമാണത്. നമുക്കാണ് ഗോള് വേണ്ടത്. അതിനിപ്പോ ഇന്ന് നമുക്ക് ഏറ്റവും കാണാവുന്ന ഒന്ന് എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു നേട്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത് പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ, ഇനി അതല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയകളിലൂടെ നമ്മളത് അറിയിക്കും. നമ്മളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇതുവരെ നമ്മുടെ കൂടെയുള്ള, അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഉന്നതിയിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയാവാം, അതല്ലെങ്കിൽ നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളാവാം, സഹോദരങ്ങളാവാം, അവരൊക്കെ നമ്മളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടേക്ക് നമ്മൾ എത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോ നമുക്കൊരു കേട്ടറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും സന്തോഷിക്കുന്നത് നമ്മുടെ ആ ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ വിചാരിക്കുന്നത് അടുത്ത ഒരു 5 മാസം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് ഐ ക്വാളിഫൈഡ് കേട്ടറ്റ് എന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാമിലി അംഗങ്ങളെ നമ്മുടെ വീട്ടിൽ അറിയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിലൂടെ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയിക്കുന്നത് നമ്മൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ സ്വപ്നം കാണുക. എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ പഠനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങളെല്ലാവരും ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതിന് സിമ്പിളായ ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം പറയാണ്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ യാത്രക്കിടയിൽ നമ്മൾ ഷോപ്പുകൾ കാണാറുണ്ട്, അതുപോലെ തന്നെ വാഹനങ്ങൾ കാണാറുണ്ട്, വ്യത്യസ്ത വീടുകൾ നമ്മൾ കാണും, വീട് പണി നടക്കുന്ന സൈറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷേ അവിടുന്ന് വ്യത്യസ്തമായി നമ്മൾ ഒരു ദിവസം തീരുമാനിക്കുകയാണെന്ന് അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം 15-ാം തീയതി ഒരു വിവാഹം നമ്മുടെ കുടുംബത്തിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഒരു ഡ്രസ്സ് എടുക്കണം എന്നാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ തീരുമാനിക്കുന്നതെങ്കിൽ, ഈ കൂട്ടത്തിൽ വോയിസ് കേൾക്കുന്ന ലേഡീസ് തീരുമാനിക്കുന്നതെങ്കിൽ, അതുവരെ നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്ന ആ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീടുള്ള ഓരോ ദിവസവും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ റോഡരികൾ വ്യത്യസ്തമായ ടെക്സ്റ്റൈൽസുകൾ ആദ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ശ്രദ്ധിച്ചതിനേക്കാളും നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രസ്സുകൾ വ്യത്യസ്ത മോഡലിലുള്ളത് നമ്മൾ ആ ടെക്സ്റ്റൈൽസുകളിൽ കണ്ടുകൊണ്ടേയിരിക്കും യാത്രക്കിടയിൽ. ആൺകുട്ടികളാണെങ്കിൽ ഒരു വാഹനം എടുക്കണം, ഒരു ബൈക്ക് എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർ എടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ആദ്യമൊക്കെ നമ്മൾ കണ്ടിരുന്ന വാഹനങ്ങളിനേക്കാൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച വാഹനത്തിന്റെ വ്യത്യസ്ത മോഡലുകൾ നമ്മൾ റോഡിലൂടെ അങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് കുറച്ചുകൂടി മുതിർന്ന ആളുകൾ ഒരു വീടെടുക്കണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയാൽ പിന്നെ വ്യത്യസ്ത മോഡലുകളിലുള്ള, അതുപോലെ തന്നെ ചെറുതാണെങ്കിലും അതിലും വ്യത്യസ്ത മോഡലുകൾ, വീട് പണികൾ, അതൊക്കെ ആയിരിക്കും അവരുടെ കണ്ണിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഇതെന്തേ കാരണം? ആദ്യം അവിടെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് വേണം എന്നായ ഒരു സന്ദർഭം വന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു, നമ്മുടെ മൈൻഡ് ആ രൂപത്തിലായി. ഇതുപോലെ തന്നെയാണ് അഡ്മിൻസോ നമ്മുടെ ഈ ഒരു ഫീ അടച്ച നമ്മുടെ കുടുംബാംഗങ്ങളോ ഒന്നുമല്ല നമുക്ക് കേട്ടിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കേണ്ടത്. മറിച്ച് നേടേണ്ട നമ്മൾ ഓരോരുത്തരും അതനുസരിച്ച് ആ ഒരു ലക്ഷ്യം മുൻകണ്ടുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇഷ്ടപ്പെട്ട ആളുകളെ ഞാൻ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തു എന്ന് അന്നറിയിക്കുന്നത് ഇന്ന് തന്നെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ പഠന വീതിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നാളെ മുതൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റുകൾ, ഇതൊന്നും വെറുതെ ആവില്ല. ഇൻഷാ അള്ളാ അതിന്റെ സ്ട്രക്ചർ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും. ഒരു മെയിൻ ഗ്രൂപ്പിന് പുറമെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ് കൂടി നിങ്ങൾക്കുണ്ട്. അത് പൂർണ്ണമായും ചലിപ്പിക്കേണ്ടവർ നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പൊ അത് എങ്ങനെ ചലിപ്പിക്കേണ്ടത്, അതിനൊന്നും ഒരു പ്രയാസമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ കഴിഞ്ഞ കേട്ടറ്റില്, അതുപോലെ തന്നെ മറ്റു PSC പോലുള്ള അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ആ ക്വസ്റ്റ്യൻസ് തന്നെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയും ആ രൂപത്തിൽ പഠനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ പോസിറ്റീവായി കാണേണ്ടത്. അപ്പൊ ഇന്ന് മുതൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്വപ്നം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് എങ്കിൽ, അത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ, നാളെ മുതൽ
നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ വായിക്കുന്നത് ഒക്കെ തീർച്ചയായിട്ടും ഇതേ രൂപത്തിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ആ അർത്ഥത്തിൽ വേണം നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ദിനങ്ങളെ നോക്കിക്കാണാൻ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് വഴിയെ ഇനിയും നമുക്ക് സംസാരിക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാവുന്നതാണ്. അല്ല എങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. 150 ക്വസ്റ്റ്യൻസിൽ വെറും 82 ക്വസ്റ്റ്യൻസേ നമുക്ക് ശരിയാക്കേണ്ടതുള്ളൂ ഈ ഒരു കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ. സിമ്പിളായി ഏത് പോലീസുകാരനും വാങ്ങിയെടുക്കാവുന്നതാണ്. പക്ഷേ അല്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പലർക്കും കിട്ടാതാവുന്നത് പോലെ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നമുക്കും കിട്ടാതാവും. അതങ്ങനെ ആയിക്കൂടാ. കൃത്യമായി നമ്മൾ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്പം കുറച്ച് ഒരു കേട്ടറ്റിന്റെ ലെവൽ നോക്കിയാൽ അല്പം ടഫായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കൃത്യമായി റൂട്ടിലൂടെ തന്നെ സഞ്ചരിച്ച് പഠനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എത്ര കുറച്ച് ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക തന്നെ ചെയ്യും എന്നാണ് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ എല്ലാവരും ഇന്ന് മുതൽ തന്നെ നമ്മോട് കൂടെ ഉണ്ടാവണം. വിശദമായ നിങ്ങളുടെ ഈ ഒരു പഠനത്തിന്റെ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ പഠനത്തിന്റെ ഏകദേശ ഒരു രൂപമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ഏരിയയിലും അതിൽ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവേണ്ടതില്ല. നമ്മുടെ കേട്ടറ്റിന്റെ സിലബസിന്റെ ഓരോ ഏരിയയിലുമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇനി ഇതൊക്കെ നമുക്കിപ്പോ സിലബസ് കൃത്യമായി നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ച് സ്വന്തമായി തന്നെ പഠിക്കാവുന്നതാണ്. പക്ഷെ ഇതേപോലെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സെന്ററിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു സിലബസ് അനുസൃതമായ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. അത്രയും സമയം നമുക്ക് ലാഭമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുക എന്നുള്ള കർമ്മം മാത്രം ചെയ്താൽ മതി. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാ ഭാഗവും സ്വന്തമായി വായിച്ച് നോട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിച്ചോളുന്നില്ല. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് അതൊരു പോസിറ്റീവാണ്. ഇനി അങ്ങനെയൊക്കെ കിട്ടിയാലും ചിലപ്പോൾ നമ്മുടെ പഠനം അതിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പൊ അതിനാണ് നമ്മൾ മോഡൽ ടെസ്റ്റുകൾ നൽകുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിനോട് അടുപ്പിച്ചതെല്ലാം കൂടെ ഉരുട്ടി വിഴുങ്ങാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസവും, ഇനിയിപ്പോ നമുക്ക് പല തിരക്കുകളിലുള്ള ആളുകളാണ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. വീട്ടമ്മമാരായ ആളുകൾ, 1, 2, 3, 4 കുട്ടികളുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ എന്നും ഒരേപോലെ ലൈവിൽ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതേ ദിവസത്തെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിക്കവർ ചെയ്യാൻ ശ്രമിക്കണം. ഒരിക്കലും നീട്ടി വെക്കരുത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഊന്നി പറയാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും കാര്യമായിട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ തൽക്കാലം ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നമ്മളെല്ലാവരെയും ഏതൊരു ലക്ഷ്യത്തിനാണോ ഈ ഒരു സംഗമത്തിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്, ഈ ഒരു കോഴ്സിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും നയിക്കുമാറാവട്ടെ. നമുക്ക് ലക്ഷ്യത്തിലെത്താൻ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.